അക്ഷരാർത്ഥത്തിൽ രണ്ട് സൂര്യതേജസ്സുകൾ കണ്ടുമുട്ടുന്നതുപോലുള്ള കാഴ്ചകൾക്കാണ് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂൾ സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ദേശീയ കായിക ലോകത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കോട്ടയം ജില്ലയ്ക്ക് അഭിമാനമായ രണ്ട് ദ്രോണാചാര്യമാരാണ് ലേബർ ഇന്ത്യയുടെ സ്റ്റേഡിയത്തിൽ കണ്ടുമുട്ടിയത്. വർഷങ്ങൾക്ക് മുമ്പ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മുൻ മേധാവി കൂടിയായ ഡോക്ടർ സണ്ണി തോമസ് 2011-12 വർഷക്കാലത്തെ ദ്രോണാചാര്യ അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന KP തോമസ് മാഷ് എന്നിവരാണ് ലേബർ ഇന്ത്യയുടെ മൈതാനത്ത് ഒരുമിച്ച് കൂടിയത്. കോട്ടയം ജില്ലയിൽ ദ്രോണാചാര്യ അവാർഡ് ജേതാക്കളായിട്ടുള്ള രണ്ടുപേരുള്ളവർ രണ്ടുപേരും ഒരുമിച്ചെത്തി എന്ന സവിശേഷതയും ഈ സംഗമത്തിന് ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാറ്റിലുമുപരിയായി ഇവരുടെ സംഗമത്തിലേക്ക് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ജോസിറ്റ് ജോൺ കൂടി എത്തിയപ്പോൾ അവാർഡിന്റെ തിളക്കം ഏറെ ശ്രദ്ധേയമായി മാറുകയായിരുന്നു. ഇത്തവണ നടന്ന ഏഷ്യൻ സ്കൂൾ മീറ്റിൽ മെഡൽ നേടി കേരളത്തിന് തന്നെ അഭിമാനമായി മാറിയ കൊച്ചുമിടുക്കിയും ഈ സംഗമത്തിലേക്ക് എത്തിയതോടെ പ്രതിഭകളുടെ വലിയ പ്രഭാവലയം തന്നെയാണ് ഉടലെടുത്തത്. കാഴ്ചക്കാരിൽ ഏറെ ഊർജം സമ്മാനിക്കുകയും ഏറെ സന്തോഷവും ഏറെ അഭിമാനവും സമ്മാനിക്കുകയും ചെയ്ത നിമിഷങ്ങളായിരുന്നു ദ്രോണാചാര്യമാരുടെ സംഗമം. കേരളത്തിൽ നിലവിൽ 5 പേരാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയവരായുള്ളത്. ഇവരിൽ 2 പേരും കോട്ടയത്തിന്റെ സ്വന്തമാണ് എന്നുള്ളത് ഏറെ അഭിമാനകരം തന്നെ. ഞാൻ കണക്ട് ഞാനാളെ ഇവിടെ കുളവാക്കിട്ടിരിക്കുക. വണ്ടിയും കയറി ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടാതെ വന്നു. അതാണ് അവിടെ ഞാൻ ഇപ്പോൾ ഇത് ഒരു സ്റ്റേഡിയമാണ്. ജന ഏർപ്പാട് ചെയ്തതിൻ്റെ സ്റ്റേഡിയത്തിൽ ഇതുപോലെ സ്റ്റേഡിയമുള്ളത് ജില്ലത്തേക്ക് ആക്കുമെന്ന് പറയാൻ ആൾ ഇവിടെ വണ്ടി കിടന്ന് കൊടുക്കുന്നു. സാർ നമ്മുടേതാണെങ്കിൽ 3 കോടി രൂപ മുടക്കി അവിടെ 3 കോടി രൂപ അനുവദിച്ചിട്ട് പക്ഷേ ഇപ്പം ഉള്ള കെട്ട് തന്നെ കൊടുത്തു. ഞാനിപ്പോൾ അവിടെ സംസ്ഥാന അധ്യാപകമാണ് ചെയ്തത്. ബാക്കി പരിപാടികളൊക്കെ തീർന്നു. നമ്മുടെ കൊച്ചിന് കൂടി ഡിക്ലറേഷൻ വരുന്നു.